സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മോശപ്പെട്ടൊരു സ്ഥലമാണ് ജഹന്നം. സുബ്ഹാനല്ലാഹ്. പഴയ കാലത്തുള്ള വഅദുകളിൽ പ്രഭാഷണങ്ങളിലൊക്കെയും നമ്മൾ കേട്ടിരുന്നത് ജഹന്നം എന്ന നരകത്തിനെ കുറിച്ചായിരുന്നു, സ്വർഗം ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ചായിരുന്നു, മുത്തുനബിയുടെ തൃക്കല്യാണത്തെ കുറിച്ചായിരുന്നു. ഇന്ന് പ്രഭാഷണം നടത്തുന്ന മുസ്ലിയാർക്ക് വരെ ജഹന്നമിനെ കുറിച്ച് അറിയുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എന്നെ തന്നെ പറയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം, ഒരു ചെറിയ ഉദാഹരണം, ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വരാൻ വന്നുകൊണ്ട് മുത്തുനബിയോട് പല കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിഫ്ലി ജഹന്നം, ഓ ജിബ്രീൽ, ജഹന്നം എന്ന് പറഞ്ഞ നരകത്തെ കുറിച്ച് ഒന്ന് വിവരിച്ചു തരുമോ, ഒന്നതിന്റെ ചിത്രം ഒന്ന് പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കൂട്ടുകാരാ, ഉറൂസിന്റെ ചന്തയിൽ തേരാപാര നടക്കുന്ന പൊന്നുമോനെ, അള്ളാഹുവിന്റെ ദീനിന്റെ വാദിന്റെ ഉറൂസിന്റെ പരിപാടികൾ നടക്കുമ്പോൾ അതിനെ ഒന്ന് പോയി മൈൻഡ് ചെയ്യാൻ പോലും മനസ്സനുവദിക്കാതെ വന്ന മോനെ, അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജഹന്നമിനെ കുറിച്ചൊരു ചെറിയ വിവരണം തരുമോ? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തൊരു ചെറിയ വിവരണം. നബിയെ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഞാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് അതാ വലിയ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പരന്നു നിൽക്കുന്ന ചിറകുകൾ എനിക്ക് അല്ലാഹു തന്നു. നിമിഷ നേരം കൊണ്ട് പറന്നെത്താനുള്ള കഴിവല്ല തന്നു. ആദ്യമായി അല്ലാഹുവിന്റെ ജലാലിയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ സുജൂദിൽ വീണു. നബിയേ, 70,000 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തിയത്. ആ സമയത്ത് അല്ലാഹു എന്നോട് പറഞ്ഞു, ഓ ജിബ്രീൽ, നിങ്ങൾ ജഹന്നമിന്റെ ഭാഗത്തേക്ക് പോകണം. അവിടെ മാലിക് അലൈഹിസ്സലാം എന്ന പറവുകാരനുണ്ട്. ആ മാലിക്കിനോട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയില്ലേ, ആ പാടയുടെ അത്ര തീ ശേഖരിക്കണം. എന്തിനാണ്? അതേ, ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിക്കുകയാണ്. മനുഷ്യനിവിടെ ജീവിക്കാൻ ഭൂമിയിൽ തീ വേണം, വെള്ളം വേണം, ഓക്സിജൻ വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനോട് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ മേൽഭാഗത്തുള്ള പാടയുടെ ഖദറ് തീയെടുത്ത് കൊണ്ടുപോയി ദുനിയാവിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കണം. അല്ലാഹു അഹ്കമുൽ ഹക്കീമീനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് വിവരിച്ചു കൊടുക്കുന്നു മുത്തുനബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറുന്നു. അവിടുന്ന് ഭയാനകരമായ ജഹന്നമിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ ഹൃദയം കിടുകിടാ വിറക്കുന്നു. ഹബീബായ തങ്ങൾ നരകത്തിൽ കിടക്കുമോ? ഇല്ല. പക്ഷേ അത് വിവരിക്കുന്നത് കേൾക്കുമ്പോൾ എന്റെ ഉമ്മത്ത് അതിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ച് കരയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ മാലിക് അലൈഹിസ്സലാമിനെ കണ്ടു. പോയിട്ട് പറഞ്ഞു, നരകത്തിന്റെ പറാവുകാരനായ മാലിക് തങ്ങളെ, മാലിക് അലൈഹിസ്സലാം എന്ന മലക്കെ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ഇത്ര തീ വേണം. സുബ്ഹാനല്ലാഹ്. ചിരി എന്ന് പറയുന്നത് ആ മാലിക് അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തിട്ടില്ല. വല്ലാത്ത ഗൗരവമാണ്. ചിരിക്കാത്ത മലക്കാണ് മാലിക് അലൈഹിസ്സലാം.
മാലിക് അലൈഹിസ്സലാം ചോദിച്ചു, എത്രയാണ് തീ വേണ്ടത്? അതേ, ഒരു ഈത്തപ്പഴം കുരുവിന്റെ മേൽഭാഗത്തുള്ള പാടയുടെ ഖദറാണ്. സുബ്ഹാനല്ലാഹ്, മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, തരാൻ പറ്റൂല. അത്ര ഖദർ നരകത്തിൽ നിന്ന്, ജഹന്നമിൽ നിന്ന് തീയെടുത്താൽ തീർച്ചയായും നിങ്ങളുടെ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പരന്നു നിൽക്കുന്ന നിങ്ങൾ 600 ചിറകും കത്തിച്ചമ്പലായി പോകും ജിബ്രീൽ. അതുകൊണ്ട് അതിന്റെ ഖദറൊന്ന് കുറക്കാൻ പറയൂ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഞാൻ അല്ലാഹുവിനെ സമീപിക്കുന്നു. മാലിക് അലൈഹിസ്സലാം പറഞ്ഞ കാര്യം പറയുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് അല്ലാഹ് പറയുന്നു, എന്നാൽ ആ ഈത്തപ്പന കുരുവിന്റെ മേൽഭാഗത്ത് മധ്യഭാഗത്തൊരു നാരുണ്ട്. ആ നാരിന്റെ തീ ശേഖരിച്ചു വരൂ. ജിബ്രീൽ അലൈഹിസ്സലാം പോയി പറഞ്ഞപ്പോൾ മാലിക് അലൈഹിസ്സലാം പറയുന്നു, പറ്റൂല. നിങ്ങൾ അങ്ങാനും ആ തീയെടുത്തുകൊണ്ട് ദുനിയാവിലേക്ക് പോയാൽ ആ ഭൂമി മുഴുവനും കത്തിച്ചമ്പലായി പോകും. മോനെ, ഏതെങ്കിലും കതവുക്ക് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത ക്രിയേറ്റ് ചെയ്ത ചരിത്രമല്ല. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും നടത്തിയ സംഭാഷണം ഇമാമികൾ കിതാബിൽ എഴുതി വെച്ചതാണ്. എന്തിനാണ് നമ്മുടെ മുൻഗാമികൾ വഅദ് സംഘടിപ്പിച്ചത്? എന്തിനാണ് ഉറൂസ് സംഘടിപ്പിച്ചത്? എന്തിനാണ് മജ്ലിസുകൾ ഉണ്ടാക്കി തന്ന്? എന്തിനാണ് ശമ്പളം കൊടുത്ത് ഉസ്താദുമാരെ വെച്ചത്? എന്തിനാണ് അറിവുള്ളവരെ മദ്രസയിൽ പഠിപ്പിക്കാനാക്കിയത്? അള്ളാഹുവിനെ കുറിച്ചുണ്ടാക്കാനല്ല, ഫിത്നയുണ്ടാക്കാനല്ല. അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് ആഖിറത്തിൽ പറയാൻ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുമോ? ഇല്ല, ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അതാ പറയുന്നു, അല്ലാഹുവേ, മാലിക് സമ്മതിക്കുന്നില്ല. അല്ലാഹു അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അല്ലാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇനി എഴുതാപ്പുറം വായിക്കാൻ പാടില്ല. അല്ലാഹ്ക്ക് അത് നേരത്തെ അറിഞ്ഞൂടെ? ഇത്ര തീയാണ് ഇവിടെ വേണ്ടത്, അതിന് ഇത്ര പവറാണ് വേണ്ടത്. പക്ഷേ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, ഏറ്റവും വലിയ തന്ത്രശാലിയല്ലേ അല്ലാഹ്? ഇത് ലോകത്തിനെ അറിയിക്കണ്ടയോ? ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണ്ടയോ? ഇത് അറിഞ്ഞിട്ടും അത് ചിന്തിക്കാത്തവരുണ്ടോ? അവരെ പോലെ ഭാഗ്യം കെട്ടവര് ആരാണ്? അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. അവസാനം മാലിക് എന്ന മലക്കിനോട് പോയി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, അല്ലാഹു ഒരു അണുമണി മതി. അതേ 7 സെക്ഷനായിട്ട് 1000 സ്ഥലത്ത് ഖുർആനിൽ വിവരിച്ചിട്ടുള്ള ഒന്നാണ് നരകം കേട്ടോ. ആ 7 സെക്ഷനായി 1000-ഓളം സ്ഥലത്ത് ഖുർആൻ വിവരിച്ചിട്ടുള്ള നരകം. ആ നരകത്തെ കുറിച്ച് എല്ലാ സുബഹി നിസ്കാര ശേഷവും എല്ലാ മഗ്രിബിന്റെ ശേഷവും ഹബീബായ തങ്ങൾ 7 തവണ കാവൽ തേടുമായിരുന്നു. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ, എന്നെ മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് ദുആരക്കുന്നത് മുത്തുനബി നമ്മളെ പോലെ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. അതിന്റെ ഗൗരവം കൂട്ടുകാരാ നമ്മൾ അറിയാനാണ്, നമ്മളെ അറിയിക്കാനാണ്. ഒരു ദിവസം 100 തവണ മുത്തുനബി തൗബ ചെയ്തത് അവിടുന്ന് തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ആ തൗബയുടെ മഹത്വം നമുക്ക് അറിയിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. ഒരണുമണിയാണ് ജഹന്നം എന്ന നരകത്തിൽ നിന്ന് തീ കൊണ്ടുവരേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, ഞാൻ മാലിക് അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ഇതിനെ നിങ്ങൾ ആ കാണുന്ന 70ഓളം
അതേ പുഴകളിൽ മുക്കി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ദുനിയാവിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ 70ഓളം പുഴകളിൽ മുക്കി തണുപ്പിച്ചതിന് ശേഷം ഞാൻ അതിനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാനൊരു ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് ആ തീ ഒരു അണു എന്ന് പറയുമ്പോ നമ്മുടെ ദൃഷ്ടിയിൽ പോലും പെടാത്തതിനാണ് അണുമണി എന്ന് പറയുക. അതേ ഒരു ചെറിയ അണുമണിയതാ തീ കൊണ്ടുവന്നിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ സ്ഫോടനമായിരുന്നു നബിയേ, ഒരു പൊട്ടിത്തെറിയായിരുന്നു നബിയേ. ആ പൊട്ടിത്തെറിയുടെ ആ നരകത്തിന്റെ ഒരു അണുമണി തീ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതാ ബുസ്താനുൽ ആരിഫീനിൽ ഇമാം ജൗസി തങ്ങൾ വിവരിക്കുന്നു, ആ കാരണത്താൽ എല്ലാ പാറക്കല്ലുകളും കറുത്തുപോയി, മരങ്ങൾക്കിടയിൽ തീ കയറിപ്പോയി, അതാ ഇരുമ്പുകൾ കറുത്തുപോയി. ഓ മനുഷ്യ, ഇത് തമാശക്ക് പറഞ്ഞു പോകാനുള്ളതാണോ? ഇത് ആസ്വദിച്ച് കേൾക്കാനുള്ളതാണോ? ഇത് എനിക്കിങ്ങനെ ഇവിടെ നല്ല വാല് പറഞ്ഞു മൊയിലാരെന്ന നല്ല പേര് കിട്ടാനുള്ളതാണോ? 1000 സ്ഥലത്തല്ലേ മോനെ ഉമ്മമാരെ അല്ലാഹ് നമ്മെ താക്കീത് ചെയ്തിട്ടുള്ളത്. ആ നരകം നമുക്ക് വലിയ മൈൻഡില്ല അല്ലേ? അല്ലാഹുവിന്റെ റസൂല് അവിടെ കരഞ്ഞ് ബോധം കെട്ടുപോയി. ആ ജഹന്നമിന്റെ ഗൗരവം കേട്ടിട്ട് ഉടനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ആരാണ് ജിബ്രീൽ ആ ജഹന്നമിൽ കിടക്കുന്നവർ? ആരാണ് ആ ജഹന്നമിന്റെ വാസികൾ? അതേ നബിയേ, ധിക്കാരികളാണ്. ഫീ നാരി ജഹന്നമ ഖാലിദീന ഫിഹാ, എന്നെന്നും ആ നരകത്തിൽ കിടക്കുന്നവരുടെ ലിസ്റ്റിലാണ് ഫറോവയുള്ളത്, ഖാറൂനുള്ളത്, നമ്രൂദുള്ളത്, അതുപോലെ അബൂജഹലുള്ളത്, ഉത്ബത്തുള്ളത്, ശൈബത്തുള്ളത്. ഒറിജിനൽ ധിക്കാരികളായ ആളുകളാണ്. പിന്നെ ആരാണ് ആ ജഹന്നമിന്റെ അടിയാറുകൾ? റസൂലിനോട് പറഞ്ഞു, നബിയേ, തെറ്റിന്റെ ഗൗരവം അറിഞ്ഞിട്ട് തൗബ ചെയ്യാൻ പിന്നെയാകട്ടെ കുറച്ചുകൂടി ആസ്വദിച്ചതിന് ശേഷമാകട്ടെ എന്ന് പറഞ്ഞ് തൗബ ഇങ്ങനെ പിന്തിച്ച് തെറ്റിരായി മരിച്ചുപോയ മനുഷ്യരില്ലേ? പലിശ ഇടപാടിൽ കുടുങ്ങിപ്പോയവനില്ലേ? വ്യഭിചാരത്തിൽ കുടുങ്ങിപ്പോയവനില്ലേ? മദ്യപാനിയായ മനുഷ്യനില്ലേ? മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനില്ലേ? അയൽവാസിക്ക് വെള്ളം മുട്ടിച്ചവനില്ലേ? അതേ പാവപ്പെട്ടവന് വഴിതടഞ്ഞവനില്ലേ? അതേ ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തികഞ്ഞ സത്യവിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടോ അയാൾ ഒരു തെറ്റും ചെയ്യാതെ അയാൾക്കെതിരെ ആരോപണം പറഞ്ഞവരില്ലേ? ഫിത്ന പറഞ്ഞവരില്ലേ? അതേ നാശമുണ്ടാക്കിയവരില്ലേ? കുടുംബ ബന്ധം മുറിച്ചവരില്ലേ? കണ്ടാലൊരു സലാം പോലും പറയാത്ത വൃത്തികെട്ടവരില്ലേ? അതേ സുബഹി നിസ്കാരത്തിന്റെ സമയം നന്നായി കിടന്നുറങ്ങുന്നവരില്ലേ? അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തവരില്ലേ? ബാങ്ക് കൊടുക്കുമ്പോ കളി നിർത്താത്തവരില്ലേ? ബാങ്ക് കൊടുക്കുമ്പോ സംസാരം നിർത്താത്തവരില്ലേ? അള്ളാന്റെ പള്ളിന്റെ മുമ്പിൽ നിന്ന് അതാ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നവനില്ലേ? അതാ മറ്റുള്ളവരോടുള്ള വ്യക്തി വൈരാഗ്യം പള്ളി